മഴ തോരും മുംബൈയുടെ ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മുറ്റമടിക്കുമ്പോൾ ചായ കുടിക്കാൻ കാശ് ചോദിച്ച ലാസറേട്ടനെ അലീന തൻ്റെ കയ്യിലുള്ള 50 രൂപ കൊടുക്കുന്നുണ്ട്. ഇത് മുകളിലെ ബാൽക്കണിയിൽ നിന്ന് പഠിക്കുമ്പോൾ കാണുന്ന ബബിത അത് അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞതനുസരിച്ച് വൈജയന്തി അലീനയെ വഴക്ക് പറയുന്നുണ്ട്. അലീന ചെയ്തത് ശരിയല്ലെന്ന് ബാലചന്ദ്രനും വൈജയന്തിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വീട്ടിൽ ഞാനാണ് നിശ്ചയിക്കുന്നത് ആർക്ക് കൊടുക്കണം, എന്തു കൊടുക്കണം, എങ്ങനെ പെരുമാറണമെന്നൊക്കെ. നിനക്ക് ദാനധർമ്മം നടത്താൻ അത്ര കൊതിയാണെങ്കിലേ നിന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയി കൊടുക്കണം. എനിക്കും ഇതേ ഒരു തീം ഇവിടെ വിലസാമെന്ന് വിചാരിക്കണ്ട എന്നൊക്കെ വൈജയന്തി ഉറഞ്ഞു തുള്ളുമ്പോ മതി വൈജയ് പോട്ടെ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ അലീന അകത്തേക്കായി പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ട് കണ്ണിൽ ക്രൂരതയാർന്ന ചിരിയൊളിപ്പിച്ചോണ്ട് ബബിതയും അവിടെ നിൽപ്പുണ്ട്. ലീന മുത്തശ്ശിയുടെ അടുത്തെത്തുമ്പോൾ വൈജമോൾ നിന്നെ വഴക്ക് പറയുന്ന കേട്ടല്ലോ, എന്തിനാണെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്ന് അലീന പറയുമ്പോൾ ബാലനും എന്തോ പറയുന്നത് കേട്ടല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഗേറ്റിന് മുന്നിലൂടെ പോകുന്ന ലാസറേട്ടനെ മുത്തശ്ശിക്ക് അറിയുമെന്ന് അലീന ചോദിക്കുമ്പോൾ അറിയുന്നോ, അയാൾ പണ്ട് വലിയ ജന്മിയായിരുന്നു. കള്ള് കുടിച്ചും ഷീട്ട് കളിച്ചും എല്ലാം നശിപ്പിച്ചതാ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഇത് കേട്ട് താനിന്ന് മുറ്റമടിക്കുമ്പോൾ ലാസറേട്ടൻ അതിലെ പോയെന്നും മാഡത്തിനോട് ചായ കുടിക്കാൻ ഒരു 10 രൂപ കൊടുക്കുമോ എന്നും ചോദിച്ചു. മാഡം അത് കൊടുത്തില്ല, ലാസറേട്ടൻ എൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞു. ഇത് കേട്ട് നിന്നോട് പൈസ ചോദിച്ച് കാണൂലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ എന്നോട് ചോദിച്ചില്ല, എന്നാലും സങ്കടം തോന്നിയിട്ട് ഞാനൊരു 50 രൂപ കൊണ്ടുപോയി കൊടുത്തു. അത് ബബിതമോൾ കണ്ടിട്ട് മാഡത്തിനോട് പറഞ്ഞു കൊടുത്തു. ഞാൻ പൈസ കൊടുത്തത് ഇഷ്ടപ്പെടാതെ മാഡത്തിനെ കൊച്ചാക്കി എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. സാറിനും ഇഷ്ടപ്പെട്ടില്ലെന്ന് അലീന പറയുമ്പോൾ അത് പിന്നെ ആർക്കായാലും ഇഷ്ടപ്പെടില്ല. വൈജമോള് കൊടുക്കാതെ നീ കൊടുക്കുമ്പോൾ അത് ശരിയാണോ? ശരിയാ, അങ്ങനെ പറ്റിപ്പോയി, എനിക്കത് മനസ്സിലായിന്ന് അലീന പറയുമ്പോൾ എന്ന് വെച്ച് കൊടുക്കാനുള്ള മനസ്സുണ്ടല്ലോ അത് മതി. അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്നൊരു മനസ്സൊന്നുമല്ല എന്ന് മുത്തശ്ശി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടേ. പിന്നീട് മാമച്ചന്റെ വീടാണ് കാണിക്കുന്നത്. രേവതിക്കുട്ടി മാമച്ചന്റെ വീട്ടിലെ ആ അടച്ചിട്ട റൂം തുറന്ന് ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെയായി അകത്തേക്ക് കയറുന്നുണ്ട്. റൂമിൽ കയറി ലൈറ്റിടുന്നവൾ ഒരു നിമിഷം അമ്പരപ്പോടെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ വെച്ച ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് അവൾ അത് തുടച്ചു വൃത്തിയാക്കുന്നത്. ആ സമയത്താണ് അതിലെ വരുന്ന ഗ്രേസ് അമ്മ മോന്റെ റൂമിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കാണുന്നത്. സംശയത്തോടെ ചെന്ന് ചാരി കിടക്കുന്ന വാതിൽ തുറന്നു നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ഫോട്ടോയും തുടച്ചുകൊണ്ട് നിൽക്കുന്ന രേവതിക്കുട്ടിയാണ് കാണുന്നത്. രേവതിക്കുട്ടി എന്നവർ താക്കീതോടെ വിളിക്കുമ്പോൾ രേവതിക്കുട്ടി ഞെട്ടിപ്പിടഞ്ഞു നോക്കുമ്പോഴേക്കും കയ്യിലിരുന്ന ഫോട്ടോ താഴെ വീണ് പൊട്ടുന്നുണ്ട്. നിന്നോട് ആര് പറഞ്ഞു ഈ റൂം തുറക്കാൻ? ഇങ്ങോട്ട് വാടിന്ന് ഗ്രേസമ്മ വിളിക്കുമ്പോൾ രേവതിക്കുട്ടി റൂമിന്ന് പുറത്തിറങ്ങുക. ചോദിച്ചത് കേട്ടില്ലേടി, നീ ആരോട് ചോദിച്ചിട്ടാ ഈ റൂം തുറന്നെന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി. നിന്നോട് ക്ലീൻ ചെയ്യാൻ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? മാമച്ചയും പറഞ്ഞോ? ആരോടും ചോദിക്കാതെ താൻ ഇഷ്ടത്തിന് നീ അതങ്ങ് തുറന്നു അല്ലേ? മേലിൽ ഇത് ആവർത്തിക്കരുത്, അഹങ്കാരി. വാതിലടച്ച് ലോക്ക് ചെയ്യ് എന്ന് ഗ്രേസമ്മ ദേഷ്യത്തോടെ പറയുമ്പോൾ രേവതിക്കുട്ടി ആ ഡോർ വീണ്ടും ലോക്ക് ചെയ്യുന്നുണ്ടേ. രേവതിക്കുട്ടി താക്കോൽ വെക്കാൻ പോകുമ്പോഴേക്കും ഗ്രേസമ്മ ആ ഡോറിനടുത്ത് ചെന്ന് സങ്കടത്തോടെ മകന്റെ ഓർമ്മകളിൽ ആ വാതിലിൽ ചാരി നിൽക്കുന്നുണ്ടേ. പിന്നീട് കാണിക്കുന്നത് ഡൈനിങ് ഹാളിലെ സോഫയിൽ ടെൻഷനോടെ ഒന്നും മിണ്ടാതിരിക്കുന്ന ഗ്രേസമ്മയാണ്. സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന രേവതിക്കുട്ടി ഇത് കാണുമ്പോൾ അവരെ നോക്കി ചുമച്ച് ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവളെ കാണുന്ന അവർ തല തിരിച്ചോണ്ട് മിണ്ടാതെ തന്നെ ഇരിക്കുക. രേവതിക്കുട്ടി അപ്പോൾ പിണക്കത്തോടെ ഇരിക്കുന്ന അവരുടെ അടുത്തേക്ക് ചെന്ന് എന്നോട് പിണങ്ങല്ലേ, സോറി എന്ന് സങ്കടത്തോടെ പറയുമ്പോൾ അവർ മുഖം തിരിക്കുന്നുണ്ട്. രേവതിക്കുട്ടി വീണ്ടും സങ്കടത്തോടെ ഞാൻ സോറി പറഞ്ഞില്ലേ, എന്നോട് ദേഷ്യം കാണിക്കല്ലേ പ്ലീസ് എന്ന് പറഞ്ഞ് കരയുമ്പോൾ അവരുടെ പിണക്കം മാറുന്നുണ്ടേ. അവളെ തൻ്റെ അടുത്ത് പിടിച്ചിരുത്തി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അത് ഞങ്ങളുടെ മോന്റെ റൂമാണ്, അത് തുറക്കാറില്ലെന്ന്. അവൻ പോയിട്ട് വർഷം 4 ഇപ്പോഴും അവന്റെ ഓർമ്മ ഞങ്ങൾക്ക് തീരാ വേദനയാ. നിനക്കറിയോ അവന്റെ കല്യാണം പോലും നിശ്ചയിച്ചു വെച്ചതായിരുന്നു എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ ആ റൂമിലൊരു ചേച്ചിയുടെ ഫോട്ടോ കണ്ടല്ലോ, അതാണോന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ടേ. അതെ, ഷെറിൻ, അതായിരുന്നു അവളുടെ പേര്. അവര് തമ്മിൽ വലിയ ഇഷ്ടമായിരുന്നു. ഒടുവിൽ 2 വീട്ടുകാരും ചേർന്ന് കല്യാണം ആലോചിച്ചു. മനസ്സമ്മതത്തിന്റെയും കല്യാണത്തിന്റെയും തീയതി വരെ ഞങ്ങൾ തീരുമാനിച്ചു വെച്ചതായിരുന്നു. അപ്പോഴായിരുന്നു ആക്സിഡന്റ് എന്ന് പറഞ്ഞവർ ടെൻഷനോടെ കരയുന്നുണ്ട്. അപ്പോഴാണ് ആ ചേച്ചി പിന്നെ എന്ത് ചെയ്താൻറ്റി, വേറെ കല്യാണം കഴിച്ചോന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നത്. ആർക്കറിയാം, ഞങ്ങളത് അന്വേഷിക്കാൻ പോയില്ല, എന്തിനാ വെറുതെ എന്നവർ ടെൻഷനോടെ പറയുമ്പോൾ വേറെ കല്യാണം കഴിച്ചു പോയി കാണുമല്ലെന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നെന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ വെറുതെ എന്ന് രേവതിക്കുട്ടിയും. പിന്നീട് വൈജയന്തിയുടെ വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട സ്ത്രീയും മോളും കൂടി വരുന്നതാണ് കാണിക്കുന്നത്. അവർ വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ വൈജയന്തി വാതിൽ തുറക്കുന്നുണ്ട്. അവരെ കണ്ട് സഹായം ചോദിച്ചു വന്നതാണോന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ
തൻ്റെ പേര് വിജയമ്മ എന്നാണെന്നും ഇത് തൻ്റെ മകൾ മൈനയാണെന്നും ഇവിടെ ഒരു പെങ്കൊച്ചില്ലേ, അവൾക്ക് നന്ദി പറയാനായ ഞങ്ങൾ വന്നതെന്നും തൻ്റെ മോൾക്ക് നല്ല വയറുവേദനയുണ്ടായിരുന്നെന്നും ഡോക്ടറെ അപ്പൻഡിറ്റൈറ്റിസിൻ്റെ ഓപ്പറേഷൻ വേണമെന്നും അതിനുള്ള കാശ് തൻ്റെ കയ്യിൽ ഇല്ലായിരുന്നെന്നും ഇവിടത്തെ പെങ്കൊച്ച് സഹായിച്ചതണ്ട ഓപ്പറേഷൻ നടത്താൻ പറ്റിയതെന്നുമൊക്കെ അവർ വൈജയന്തിയോടായി പറയുന്നുണ്ട്. അവളെ കണ്ട് എൻ്റെ മോളെ കൊണ്ട് ഒരു നന്ദി പറയിക്കാനാണെന്ന് അവർ പറയുമ്പോൾ എന്നാ പൈസ തന്നത്, എത്ര പൈസയാ തന്നതെന്നൊക്കെ വൈജയന്തി ചോദിക്കുന്നുണ്ട്. 2 ആഴ്ചയായി 3000 രൂപ തന്നെന്നും അവർ പറയുമ്പോൾ 3000 രൂപയോ, അതാര് തന്നു എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു പെങ്കൊച്ചു തന്നതാ, പേരൊന്നും താൻ ചോദിച്ചില്ലെന്ന് അവർ പറയുമ്പോൾ എപ്പോഴായിരുന്നു പൈസ തന്നതെന്ന് വൈജയന്തിയും ചോദിക്കുക. സമയം ഉച്ചയാകാറായിട്ടുണ്ടാവുമെന്ന് അവർ പറയുമ്പോൾ വൈജയന്തി അലീനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയമെന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ പരിചയമൊന്നുമില്ല, അന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് അവരും പറയുമ്പോഴേക്കും അലീന അങ്ങോട്ട് വരുന്നുണ്ട്. അവരെ കാണുന്ന അലീന അവരെ കണ്ട് സന്തോഷത്തോടെ ചിരിക്കുമ്പോൾ ഇവരെ നീ അറിയോടി എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. അറിയാമെന്ന് അലീന പറയുമ്പോൾ എൻ്റെ കൊച്ചെ, നീ അന്ന് രൂപ തന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ കാര്യം കഷ്ടത്തിലായേനെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മോളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പൻഡിറ്റൈറ്റിസിൻ്റെ ഓപ്പറേഷൻ അല്ലായിരുന്നു എന്ന് അലീന ചോദിക്കുമ്പോൾ അത് തന്നെ, അന്ന് അത് നടന്നുകൊണ്ട് എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടു എന്നവർ പറയുമ്പോഴേക്കും വൈജയന്തി അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴവർ മോളോടായി ഈ ചേച്ചിയാ മോളെ അന്നമ്മയ്ക്ക് രൂപ തന്ന് സഹായിച്ചത് എന്ന് പറയുമ്പോൾ ആ കുട്ടി അവളോട് താങ്ക് യു പറയാ. അവളോട് നന്നായിട്ട് പഠിക്കണമെന്നും അമ്മ മോൾക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നതെന്നും പഠിച്ചു വലിയ ആളായി അമ്മയുടെ വിഷമങ്ങളൊക്കെ മാറ്റി മിടുക്കിയാവണമെന്ന് അലീന പറയുമ്പോൾ ആ കുട്ടി സ്നേഹത്തോടെ മിഠായിയെല്ലാം അലീനയ്ക്കായി കൊടുക്കുന്നുണ്ടേ. അപ്പോഴാണ് അലീനയോടവർ ആ വന്നിട്ട് പോയത് അമ്മയാണോ എന്ന് ചോദിക്കുന്നത്. അതെ എന്ന് അലീന പറയുമ്പോൾ എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ, ഞങ്ങൾ നന്ദി പറയാനായിട്ട് മാത്രം വന്നതാ, മോളെ ദൈവം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് അവർ അലീനയോട് യാത്ര ചോദിച്ചോണ്ട് അവിടെ നിറങ്ങുക. വൈജയന്തി അപ്പോഴേക്കും ഡൈനിങ് ഹാളിലിരിക്കുന്ന ബാലചന്ദ്രനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല ബാലചന്ദ്ര, ദേ വരുന്നുണ്ട് അവള് എന്ന് പറയുമ്പോഴേക്കും അലീന അതിലെ വരുന്നുണ്ട്. അവൾ പോവാനായി തുടങ്ങുമ്പോഴേക്കും ബാലചന്ദ്രൻ അവളെ വിളിച്ചു നിർത്തുന്നുണ്ട്. ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയ സ്ത്രീക്ക് നീ 3000 രൂപ കൊടുത്തോന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അത് കുറെ ദിവസം മുമ്പാണെന്ന് അലീന പറയുന്നുണ്ട്. നിനക്ക് എവിടെ നിന്ന് കിട്ടി ആ രൂപ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അതെന്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് കേട്ട് മുമ്പ് ഒരു ദിവസം ഞാൻ ചോദിച്ചപ്പോൾ നീ എന്നാ പറഞ്ഞേ, 1500 രൂപയെ എൻ്റെ കയ്യിലുള്ളൂന്ന് എന്ന് വൈജയന്തി ഒച്ച വെക്കുമ്പോൾ അത് വിജയമ്മയ്ക്ക് പൈസ കൊടുത്ത ശേഷമുള്ള തുകയാ പറഞ്ഞതെന്ന് അലീനയും പറയുന്നു. ആരാ വിജയമ്മ ചേച്ചി എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ വന്നിട്ട് പോയ അവരുമായി എങ്ങനെയാ പരിചയം, എത്ര നാളായി തുടങ്ങിയിട്ടെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ എനിക്ക് പരിചയമൊന്നുമില്ല, ഇവിടെ വന്ന് മോളുടെ ഓപ്പറേഷന് പൈസ ഇല്ലാന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു, ഞാൻ 3000 രൂപ കൊടുത്തു, അത്രേ ഉള്ളൂ എന്ന് അലീന പറയുമ്പോൾ അത്രേ ഉള്ളൂ, ബാലചന്ദ്രൻ കേട്ടില്ലേ, ഇവള് 3000 രൂപ എടുത്തങ്ങ് ദാനം കൊടുത്തത്ര, മഹാമനസ്ക, പുതിയ മദർ തെരേസയാ. ഇനി എനിക്ക് യാതൊരു സംശയവുമില്ല ബാലചന്ദ്രന്റെ റൂമിലെ പൈസ എവിടെ പോയെന്ന കാര്യത്തിൽ എന്ന് വൈജയന്തി പറയുമ്പോൾ അലീന അമ്പരപ്പോടെ നിൽക്കുന്നുണ്ട്. ആ രൂപ നിനക്ക് എവിടുന്ന് കിട്ടി, സത്യം പറയെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അലീന, നീ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവളല്ലേ, എത്ര വലിയ പണക്കാരിയാണെങ്കിലും ഒരു അന്യ സ്ത്രീ വന്ന് സഹായം ചോദിച്ചാൽ 3000 രൂപയൊക്കെ അങ്ങ് എടുത്തു കൊടുക്കോ? നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കിയ പൈസയാണെങ്കിലേ ആർക്കും കൊടുക്കില്ല, കൊടുക്കാൻ മനസ്സും വരത്തില്ല എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ ഞാൻ കൊടുക്കുമെന്ന് അലീന പറയുന്നുണ്ട്. ഒരു അന്യ സ്ത്രീക്കോ, അതോ അവരൊരു തട്ടിപ്പുകാരിയാണെന്ന് പോലും നോക്കാതെ എന്ന് ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുമ്പോൾ അവർ തട്ടിപ്പുകാരിയല്ലെന്ന് തനിക്ക് മനസ്സിലായെന്നും അവരുടെ കയ്യിൽ ആ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടായിരുന്നെന്നും ഓപ്പറേഷന്റെ തീയതി പോലും ഉണ്ടായിരുന്നെന്ന് അലീന പറയുന്നുണ്ട്. ഇതെല്ലാം പച്ചക്കള്ളമാ ബാലചന്ദ്ര, ആ സ്ത്രീയെ പരിചയമില്ല എന്ന് പറയുന്നത് ശുദ്ധ നുണയാ, അവളും ഇവരും തമ്മിൽ എന്തോ ഒരു ടൈപ്പ് ഉണ്ട് എന്ന് വൈജയന്തി പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ വിജയമ്മ ചേച്ചിക്ക് ഇവിടെ വന്ന് പരസ്യമായി താങ്ക്സ് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് അലീന പറയുമ്പോൾ നീ ന്യായീകരിക്കാൻ നിൽക്കണ്ട, 3000 രൂപ നീ അവർക്ക് സംഭാവന കൊടുത്ത കാര്യം നീ ഞങ്ങളെ അറിയിക്കണമായിരുന്നു. ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഞങ്ങൾ കൂടി ഉത്തരവാദിത്തപ്പെട്ടവരാണെന്ന് നീ ഓർക്കണമായിരുന്നു എന്ന് ബാലചന്ദ്രൻ കടുപ്പിച്ച് പറയുമ്പോൾ സോറി സാർ, ആ സമയത്ത് ഇവിടെ വേറെ ആരുമില്ലായിരുന്നു, എൻ്റെ കയ്യിൽ ആ നോട്ടുകൾ ഇരുന്നപ്പോൾ അതിന് വെറും കടലാസിന്റെ വിലയേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആ കുഞ്ഞ് എനിക്ക് സമ്മാനമായി കൊണ്ടുതന്നതാ ഈ മിഠായി എന്ന് തൻ്റെ കയ്യിലിരുന്ന മിഠായി കാണിച്ചുകൊണ്ട് അലീന പറയുന്നുണ്ട്. അവളുടെ ഓപ്പറേഷൻ നടന്നു, അവൾ സുഖപ്പെട്ടു, സാറും മേഡവും എന്നെ എത്ര വേണേലും വഴക്ക് പറഞ്ഞു, ഞാൻ സഹിച്ചോളാം എന്ന് അലീന പറയണ കേട്ട് നീ പോ, മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അവളെ പറഞ്ഞു വിടുന്നുണ്ട്. ഇത് കാണുമ്പോൾ ആകെ ദേഷ്യത്തോടെ ഞാൻ അതങ്ങനെ വിട്ടുകൊടുക്കില്ല ബാലചന്ദ്ര, ഞാൻ അവളുടെ കള്ളക്കഥ പുറത്തു കൊണ്ടുവരും
അല്ലെങ്കിൽ പിന്നെ എൻ്റെ പേര് വൈജയന്തി എന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയുടെ റൂമിലേക്ക് ബബിതയും കൊണ്ടുവരുന്ന വൈജയന്തിയാണ് കാണിക്കുന്നത്. എന്താ മോളെ വഴക്കും ബഹളവും ആരോടാന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, ഒരുത്തിയെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ അമ്മയെ ശുശ്രൂഷിക്കാൻ, അവളോട്. അവൾ എവിടെയെന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ ബാത്റൂമിലാണെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. വൈജയന്തി അലീനയെ വിളിച്ച് അവളുടെ ബാഗ് തുറന്ന് നോക്കുമ്പോഴേക്കും ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് ബബിത ഇത് വാങ്ങി ഓരോന്നും ബാഗിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ടോണ്ടിരിക്കുക. അപ്പോഴേക്കും അലീന അങ്ങോട്ട് വരുന്നുണ്ട്. വൈജയന്തി അപ്പോഴേക്കും അലീനയുടെ ബ്രിജിത്ത മമ്മിയുടെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴാണ് അതിന്റെ പിറകിൽ കുറച്ച് കാശിരിക്കുന്നത് കാണുന്നത്. വൈജയന്തി സംശയത്തോടെ അലീനയെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് അത് എണ്ണി നോക്കുമ്പോൾ ബബിത അലീനയുടെ ബാഗ് കുടഞ്ഞിടുമ്പോഴേക്കും അതിന്ന് ഹരി ആ ബാഗിലായി ഒളിപ്പിച്ചു വെച്ച ഗോൾഡ് റിംഗ് താഴേക്ക് വീഴുന്നുണ്ട്. അമ്മേ ഇത് കണ്ടോ, ഒരു ഗോൾഡ് റിംഗ് എന്ന് ബബിത പറയുമ്പോഴാണ് അലീനയും സംശയത്തോടെ ആ ഗോൾഡ് റിംഗിലേക്ക് നോക്കുന്നത്. വൈജയന്തി അത് വാങ്ങിച്ചു നോക്കിയിട്ട് ഇത് ഗോൾഡ് ആണോന്ന് അലീനയോട് ചോദിക്കുക. എനിക്കറിഞ്ഞൂടാന്ന് അലീന പറയുമ്പോൾ ഇത് നിന്റെ അല്ലേന്ന് വൈജയന്തി ചോദിക്കുക. എൻ്റെ അല്ലെന്ന് അലീന പറയുമ്പോൾ അതിലെന്തോ കള്ളത്തരമുണ്ടല്ലോ എന്ന് വൈജയന്തി പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.